ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെത്തിയ സെയ്ഫ് അലി ഖാന് തിരിച്ചടി. നടന്റെ സ്വത്ത് സർക്കാർ ഏറ്റെടുക്കും. സെയ്ഫിന്റെ പട്ടോടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള 15,000 കോടി രൂപയുടെ വസ്തു ശത്രുസ്വത്തായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ തീരുമാനത്തിനെതിരെ സെയ്ഫ് അലി ഖാൻ ഹർജി നൽകി. മധ്യപ്രദേശ് ഹൈക്കോടതി പക്ഷേ ഈ ഹർജി തള്ളി. ഇതോടെ സെയ്ഫ് അലി ഖാന്റെ കുടുംബം കൈവശം വയ്ക്കുന്ന 15,000 കോടി രൂപയുടെ സ്വത്ത് സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരും. 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്വത്തിൽ സർക്കാർ നിയമപ്രകാരം അവകാശം ഉന്നയിക്കാം. വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിലെ സ്വത്തുക്കളെ ശത്രുസ്വത്തായി പ്രഖ്യാപിക്കും. ഭോപ്പാലിൽ കൊഹേഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ വസ്തുവകകൾ. 2014 സെയ്ഫ് അലി ഖാൻ നോട്ടീസ് നൽകിയത്. പട്ടോടി കുടുംബത്തിന്റെ കൈവശമുള്ള വസ്തുക്കൾ ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിട്ടായിരുന്നു നോട്ടീസ്. 2015 സെയ്ഫ് ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയിരുന്നു. അതേസമയം കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടൻ ആശുപത്രി വിട്ടു. ആശുപത്രിയിൽ നിന്ന് 5 ദിവസത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ആയത്. ബംഗ്ലാദേശ് പൗരനായ ഷരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് റോഹില്ല അമിൻ ഫക്കീറാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.